ഹലോ, വെൽക്കം വൺസ് അഗെയിൻ ടു മാറ്റ് പ്ലസ് പ്ലസ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അരുണും അരവിന്ദും ഉണ്ട്. ഇന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഞങ്ങൾ ഫൈൻഡ് ചെയ്ത കുറച്ച് കപ്പിൾ ഓഫ് ഡേയ്സിൽ ഫൈൻഡ് ചെയ്ത ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ, ഞങ്ങൾ പഠിച്ചതും ഞങ്ങൾ ഡിസ്കവർ ചെയ്തതും അതൊക്കെയാണ്. ഇതൊരു ജനറൽ ഡിസ്കഷൻ പോലെയാണ്. അപ്പോൾ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഈ ആഴ്ച പഠിച്ച KP ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കവർ എളിമ. സോ എനിക്ക് തോന്നുന്നു എന്തായിരുന്നു എലിക്സർ എന്ന് പറഞ്ഞ ലാംഗ്വേജ് അല്ലേ? ലാംഗ്വേജ് അല്ല, ബേസിക്കലി എന്തുവാ, കാരണം ഞാൻ കുറച്ച് നാളായിട്ട് ബാക്ക് എൻഡ് എഴുതുന്നത് അല്ലെങ്കിൽ ബാക്ക് എൻഡ് കൺസ്യൂം ചെയ്യുന്നത് ഹസുര കൂടെ ആയിരുന്നു. ഹസുര ബേസിക്കലി നമുക്കൊരു ഡേറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഡേറ്റാബേസ് ബേസ് ചെയ്ത് നമുക്കൊരു GraphQL API അത് ഓട്ടോ ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ ഒരു പ്രൈമറി തിങ് അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമിഷൻസ് ലെയർ ഉണ്ട്. അത് ഇപ്പം ഇത്രയും സാധനം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോമൺ ആണ്. നമ്മൾ ഒരു ബേസിക് ആപ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു CRM ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റിംഗ് പ്രോബ്ലംസാണ്. പെർമിഷൻ, ഒത്തൻറ്റിക്കേഷൻ, പിന്നെ നോർമൽ CRUD ഓപ്പറേഷൻസ്, ഇതെല്ലാം. പിന്നെ ചേഞ്ച് ചെയ്യുന്നത് ആ ബിസിനസ് ലോജിക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം അത് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല, ഒരു വേ ഓഫ് ഡൂയിങ് തിങ്സ് ആണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഹാക്കർ ന്യൂസിനകത്ത് ഒരു ബ്ലോഗ് പോസ്റ്റ് കണ്ടു, എലിക്സർ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച്. എലിക്സറും അതിൻ്റെ എക്കോസിസ്റ്റം. അപ്പോൾ അതിനകത്ത് പ്രൈമറിലി 2 തിങ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. ഫീനിക്സ് എന്ന് പറയുന്നൊരു വെബ് ഫ്രെയിംവർക്കും പിന്നെ ആഷ് എന്ന് പറയുന്നൊരു വേറൊരു ഫ്രെയിംവർക്കും. ഫീനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് ഫ്രെയിംവർക്കാണ്, ലൈക്ക് ഫോർ എലിക്സർ, സിമിലർ ടു റൂബി ഓൺ റെയിൽസ്. ലൈക്ക് അപ്പോൾ നമുക്ക് അതിനകത്ത് മൈഗ്രേഷൻസ് മാനേജ് ചെയ്യാം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം. ആഷ് എന്ന് പറയുന്നത് ഈ ഫീനിക്സിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫീനിക്സ് വെച്ചിട്ട് നമുക്ക് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ ആഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമെയിൻ ഡ്രിവൻ ഡിസൈൻ. അത് നമുക്ക് നമ്മുടെ പ്രോബ്ലം ഡൊമെയിൻ ഡ്രിവൻ ഡിസൈനിൽ കൂടെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ ഡിഫറെൻറ്റ് ഡൊമെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ലൈക്ക് ഒരു ബേസിക്കലി ആ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്യുന്ന പോലെ നമ്മളെ കോഡ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ അതനുസരിച്ച് മോഡൽ ചെയ്യുന്നു. ഇപ്പം നമ്മളൊരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്, അല്ല ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ലൈബ്രറി എന്ന് പറയുന്ന സാധനമായിരിക്കും നമ്മുടെ ഡൊമെയിൻ. അപ്പം ബേസിക്കലി ഇപ്പോൾ ഒരു ലൈബ്രറിയനും ഇപ്പം കോഡ് എഴുതുന്ന ആളും തമ്മിൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. മനസ്സിലായി? നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് ടെക്നിക്കൽ ജാർഗൻസ് ആവരുത്. ഒരു ബിസിനസ് ഓണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ആ ഡൊമെയിൻ വെച്ചിട്ട് വേണം, ഡൊമെയിൻ ടേംസും ഡൊമെയിൻ കാര്യങ്ങളും വെച്ചിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ ദാറ്റ് ആ സ്റ്റേക്ക് ഹോൾഡറും ആ ഡെവലപ്പറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ അല്ല, ഒരു ഈസിയർ ആയിരിക്കണം. അതാണ് ബേസിക്കലി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഡൊമെയിൻ ഡ്രിവൻ ഡിസൈനിൻ്റെ. അത് കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്, പക്ഷെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം ആഷ് എന്ന് പറയുന്ന ഫ്രെയിംവർക്കിനകത്ത് നമുക്ക് അങ്ങനെ മോഡൽ ചെയ്യാം. പക്ഷേ നമ്മൾ ഡൊമെയിൻസും, പക്ഷെ അവർ പറയുന്നുണ്ട് ഡൊമെയിൻ ഡ്രിവൻ ഡിസൈൻ മാത്രമല്ല അത് അവർ ഡിസൈൻ ചെയ്തേക്കുന്ന ആ പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക്. പക്ഷെ നമുക്ക് ഡൊമെയിൻസ് ആയിട്ടും റിസോഴ്സസ് ആയിട്ടും നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ നമ്മളൊരു ഇതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻസ് ടീംസ് ആണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. അപ്പം ഓർഗനൈസേഷൻ ലെറ്റ്സ് സേ നമുക്കൊരു ഓഫീസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓഫീസ് എന്ന് പറഞ്ഞ ഡൊമെയിൻ ഉണ്ട്, അതിനകത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ റിസോഴ്സ് ഉണ്ട്, ടീംസ് എന്ന് പറഞ്ഞ റിസോഴ്സ് ഉണ്ട്, വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ റിസോഴ്സ് ഉണ്ട്, തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ റിസോഴ്സ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും. റിസോഴ്സ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓർഗനൈസേഷൻ, അതിന് നമ്മൾ റിസോഴ്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്ന് നമ്മൾ പറയും. ക്ലാസും ഒബ്ജക്റ്റ് പോലെ അങ്ങനെ ഒരു സിമിലർ കൈൻഡ് ഓഫ്. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയത്തില്ല, പക്ഷെ എനിക്കും
കണ്ടപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ ഒരു റിസോഴ്സ് എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യമേ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഓർഗനൈസേഷൻ്റെ നെയിം കാണും, ഒരു വെബ്സൈറ്റ് കാണും, അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആക്ഷൻസ് കാണും അതിനകത്ത്. ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് മെത്തേഡ്സ് പോലെ. കറക്റ്റ്. അപ്പോൾ നമ്മൾ അതും ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലറേറ്റീവ്ലി പറഞ്ഞു ഇതാണ് എൻ്റെ റിസോഴ്സ്, ഇതൊക്കെയാണ് എൻ്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ. ഇനിയും നമുക്ക് ഇതിൻ്റെ മേളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയും ഇതിൻ്റെ ഈ പെർട്ടിക്കുലർ റിസോഴ്സിൻ്റെ ഡീറ്റെയിൽ ലെയർ പോസ്റ്റ്ഗ്രസ് എന്ന് പറയും. അപ്പം ആഷ് എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതിനുള്ള ഡേറ്റാബേസ് മൈഗ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ബേസിക്കലി നമ്മളത് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മൈഗ്രേഷൻസ് മാനേജ് ചെയ്യും, എല്ലാം മാനേജ് ചെയ്യും, ആഷ് മാനേജ് ചെയ്യും. പിന്നെ ഇപ്പം നമുക്ക് ആ പെർട്ടിക്കുലർ റിസോഴ്സിന് ഒരു GraphQL API കൊടുക്കണം. അപ്പം നമ്മൾ ആ ഒരു 2 lines 3 lines ഓഫ് കോഡിൽ നമുക്ക് അതിനുള്ള API കിട്ടും. അപ്പോൾ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ഷൻ ലെയറാണ്. മനസ്സിലായി? നമ്മുടെ ആപ്പ് ലെയറിൽ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ലെയർ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ലെയറിൽ നമ്മൾ ആ റിസോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ API ലെയർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് CRUD മാത്രമേ കിട്ടുള്ളൂ? ആക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ജനറിക് സാധനമാണ്. അപ്പോൾ നമുക്ക് ആക്ഷൻസ് നെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്രിയേറ്റിന് വരെ നമുക്ക് വേണമെങ്കിൽ ആക്ഷൻ റീനെയിം ചെയ്യാം, ഇൻസേർട്ട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആഡ് ന്യൂ ഓർഗനൈസേഷൻ, അതൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ബിസിനസ് ലോജിക് എവിടെ ആയിരുന്നു? ബിസിനസ് ലോജിക്ക് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻവൈറ്റ് ടു ഓർഗനൈസേഷൻ, അപ്പോൾ നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ ആക്ഷൻ ആയിട്ടായിരിക്കും അത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ആഷ് ബേസിക് APIs തരും. ബേസിക് എന്ന് വെച്ചാൽ CRUD ഓപ്പറേഷൻസ് ഉള്ള സാധനം ഡീഫോൾട്ട്. ഇപ്പോൾ നമ്മൾ റസ്റ്റിനകത്തൊക്കെ ഡീഫോൾട്ട് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളൊരു ടൈപ്പ് കൊടുക്കുവാണെങ്കിൽ ഒരു സ്ട്രക്റ്റിന് ഡീഫോൾട്ട് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇപ്പോൾ ഒരു ഓപ്ഷൻ ടൈപ്പ് ആണെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ നൺ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആഷിനകത്ത് നമുക്ക് ഡീഫോൾട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക, ഓക്കെ, ഇതിനകത്ത് ഈ ആക്ഷനകത്ത് ഡീഫോൾട്ട് റീഡ് ആക്ഷൻ കൊടുക്കുക. അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതിന് നമുക്ക് റീഡ് ആക്ഷൻ തരും. അപ്പോൾ നമ്മൾ ആ റീഡ് ആക്ഷൻ അത് ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോസ്റ്റ്ഗ്രസ് ഡീറ്റെയിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡ് ആക്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് ആ പെർട്ടിക്കുലർ ടേബിളിൽ നിന്നുള്ള ഡേറ്റ ക്വയറി ചെയ്യും. അതിനുള്ള ക്വയറിയും ആഷ് പ്രൊവൈഡ് ചെയ്യും. യെസ്, ക്വയറിയും ആഷ് പ്രൊവൈഡ് ചെയ്യും. അത് ജനറേറ്റ് ചെയ്യും. അല്ല, അപ്പം ബേസിക്കലി ആഷിന് അറിയോ ഈ പോസ്റ്റ്ഗ്രസിന്റെ അത് പ്ലഗിൻ ഉണ്ടോ? അതെ, എക്സ്റ്റൻഷനാണ് പോസ്റ്റ്ഗ്രസ് എന്ന് പറയുന്നത്, ആഷ് പോസ്റ്റ്ഗ്രസ്. അതുപോലെ തന്നെ ആഷ് SQLite ഉണ്ട്, ഡിഫറെന്റ് ഡേറ്റാബേസസ് ഉണ്ട്. അപ്പോൾ അതിന് ആ എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക് ക്വയറി ORM പോലെ ആയിരിക്കും അപ്പോൾ വർക്ക് ചെയ്യുന്നത്. ORM പോലെ വർക്ക് ചെയ്യും. അതെ, കറക്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ORM-നേക്കാളും ഇച്ചിരി ഡിഫറെൻ്റ് ആയിരിക്കും, ബിക്കോസ് ഇത് സ്പെസിഫിക് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പം ആ 4 APIs എന്ന് വെച്ചാൽ 4 ആക്ഷൻസിന് ഡിഫോൾട്ട് ആയിട്ടുള്ള ആക്ഷൻസിനെല്ലാം ക്വയറിയും സെറ്റ് ചെയ്യും. അപ്പം എനിക്ക് എല്ലാ ഫീൽഡ്സും ഇപ്പോൾ എനിക്കൊരു ടേബിളിനകത്ത് പോസ്റ്റ്ഗ്രസ് ടേബിളിനകത്ത് ഇപ്പോൾ ഒരു 15 കോളംസ് ഉണ്ടെങ്കിൽ ആ 15 കോളംസും ഫെച്ച് ചെയ്തുകൊണ്ട് വരും. അതെങ്ങനെയായിരിക്കും? നമ്മൾ ഇപ്പം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പം നമ്മൾ റിസോഴ്സ് സ്പെസിഫൈ ചെയ്യുമ്പോൾ ആക്ഷൻസ് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആട്രിബ്യൂട്ട്സിനകത്താണ് നമ്മൾ എന്തൊക്കെ കോളംസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ് ആഷ് പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ നീ പറയുന്നത് അതിൻ്റെ ഡിഫോൾട്ട് റീഡ് APIയിൽ എല്ലാ അതിനകത്ത് കൊടുത്തേക്കുന്ന എല്ലാ ആട്രിബ്യൂട്ട്സും ബൈ ഡിഫോൾട്ട് വരും. ഓക്കെ. അപ്പം എനിക്ക് 70 കോളംസ് ഉണ്ടെങ്കിൽ 70 ആട്രിബ്യൂട്ട്സും വരും. അല്ല, നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹസുരയുടെ കാര്യം പറയുമ്പോൾ സെക്കൻഡ് സാധനം പറയുന്നത് പോളിസീസ് അല്ലെങ്കിൽ പെർമിഷനിങ് ലെയർ, അതും ആഷ് സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് റോൾസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പെർട്ടിക്കുലർ റോളിനെ ഈ പെർട്ടിക്കുലർ കോളം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പോളിസീസ് വെച്ച് സെറ്റ് ചെയ്യാം. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലറേറ്റീവ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പം ഈ പെർട്ടിക്കുലർ സാധനം സ്കെയിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇത് നമുക്ക് ഒരു ആപ്പ് സ്കഫോൾഡ് ചെയ്യുമ്പോൾ മാത്രമല്ല ഇത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഡൗൺ ദ ലൈൻ ഒരു ആഷൻ എനിക്ക് അവരുടെ ടാഗ് ലൈൻ എന്തോ ഹെൽപ്പിംഗ് യു when you start your app till 5 അങ്ങനെ എന്തോ ആണ്. അത് ആഷിന്റെ പ്രോപ്പർട്ടി ആണ്, എലിക്സറിന്റെ പ്രോപ്പർട്ടി? ആഷിന്റെ പ്രോപ്പർട്ടി. അതെ, ആഷ് ആ ഫ്രെയിംവർക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തു. അതെ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം, നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് ചെയ്യാനും എളുപ്പമായിരിക്കണം. അപ്പം മെയിൻറ്റെയിനബിലിറ്റി എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻസ് വെച്ചിട്ട് റീസോഴ്സസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് റീസോഴ്സസ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മേ ബി നമ്മുടെ ബാക്കിയുള്ള ലെയേഴ്സ് മാറിക്കൊണ്ടിരിക്കും ചിലപ്പം. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക് ഇപ്പം ഞാനിവിടെ
ഈ ഓർഗനൈസേഷനിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ നേരത്ത് 5 ആട്രിബ്യൂട്ട്സേ ഉള്ളായിരുന്നു. സോ അതിൻ്റെ ബേസിസിലായിട്ടായിരിക്കും ആഷ് അതിനെ ക്ലബ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 ആട്രിബ്യൂട്ട്സും കൂടെ എക്സ്ട്രാ എഴുതി കഴിഞ്ഞാൽ ബേസിക്കലി ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അപ്ഡേറ്റ് ആവും. അതെ, നമ്മൾ വേറെ ഒന്നും സ്പെസിഫൈ ചെയ്യണ്ട. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുമെന്ന് എനിക്കറിയാം. ചിലപ്പോൾ അത് മാനുവലി നമ്മളത് കണക്ട് ചെയ്യണമായിരിക്കും. ഓട്ടോമേഷൻ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ ഓർത്ത് ലൈക്ക് ഓക്കെ മനസ്സിലായി. അത് പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യണം. അതെ. ബേസിക്കലി അതിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോളിസീസ് മാനേജ് ചെയ്യുന്നത് ഒരു സെൻട്രൽ പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ സ്ഥലത്താണ്. അപ്പോൾ നമുക്കൊരു അല്ല, ഇപ്പോൾ നമ്മളിപ്പം ഡിക്ലറേറ്റീവ് ആയിട്ട് എഴുതുന്നത്, നമ്മൾ ഇമ്പരേറ്റീവ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല ഇത് എവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്, എങ്ങനെ എഴുതാൻ പോകുന്നത്. നമ്മൾ കോഡ് തോന്നുന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോൾ എഴുതുന്നത്. അതെ. അപ്പോൾ ഇത് കുറച്ച് സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട്, കുറച്ച് കൺവെൻഷൻസ് കൊണ്ടുവരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഞാൻ നോക്കിയപ്പം എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. ജാങ്കോ പോലെയാണോ? ജാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാങ്കോ ഈസ് വെരി സിമിലർ ടു, അല്ലെങ്കിൽ ഒരു ആപ്പിൾ ടു ആപ്പിൾസ് കമ്പാരിസൺ ടു റൂബിയ. പക്ഷേ ആഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റത്തില്ല. ഇപ്പം ആഷ് എനിക്ക് തോന്നുന്നു, ഫോർ എക്സാമ്പിൾ ആഷ് മേ ബി നമ്മൾ റൂബിയിൽ എഴുതി കഴിഞ്ഞാൽ അത് റൂബി ഓൺ റെയിൽസിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതുമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ആഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ജാങ്കോയിൽ പറയുവാണെങ്കിൽ ജാങ്കോയിലെ ഡേറ്റ ലെയറുമായിട്ട് സിമിലർ ആണെന്ന് തോന്നുന്നു ആഷ്. കുഡ് ബി, എനിക്ക് അറിയത്തില്ല. ബിക്കോസ് അന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ അന്ന് ചെയ്തപ്പോഴും ജാങ്കോയ്ക്ക് ബേസിക്കലി കുറച്ച് സ്ട്രക്ചർ ഉണ്ട്. ആ കൺവെൻഷൻ പോളിസീസ് ഫോളോ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള കാര്യങ്ങൾ അത് എറർ ഹാൻഡ്ലിങ് അതെല്ലാം അതിനകത്ത് കുറച്ച് ബൈ ഡിഫോൾട്ട് ഉണ്ട്. പിന്നെ അത് കാരണം നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു അതല്ല, എനിക്ക് തോന്നുന്നു ആഷ് നമ്മുടെ ബിസിനസ് ഡൊമെയിൻ മോഡൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് ഡൊമെയിൻ ഈ ഫീനിക്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫീനിക്സ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കാണ് മേ ബി ജാങ്കോ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, നമ്മുടെ ബിസിനസ് ഡൊമെയിൻ മോഡൽ ചെയ്ത് നമ്മുടെ ബിസിനസ് ലോജിക്ക് മോഡൽ ചെയ്യാനാണ് ആഷ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ മറ്റേ ഡിപ്ലോയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഷ് ബേസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആഷും ഫീനിക്സും ബേസ് ചെയ്തേക്കുന്നത് എലിക്സർ എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ്. എലിക്സർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിറ്റീവ്ലി ന്യൂവർ ലാംഗ്വേജാണ്, പക്ഷേ അത് റൺ ചെയ്യുന്നത് എർലാങ് വെർച്വൽ മെഷീനിലാണ്. ബേസിക്കലി അത് കമ്പൈൽ ചെയ്യുന്നത് എർലാങ്ങിലോട്ടാണ്. എർലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെരി ഓൾഡ്, ഹാസ് ബീൻ അറൗണ്ട് ഫോർ വെരി ലോങ് ടൈം. അത് ആദ്യമേ എന്തോ സോണി എറിക്സന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അത് ഡിസൈൻ ചെയ്ത. അപ്പോൾ അത് വെരി ഹൈലി കൺകറൻറ്റ്, വെരി ഫോൾട്ട് ടോളറൻറ്റ്. അതെനിക്കൊന്നു അത് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നുണ്ട്, അത് ഡിസൈൻ ചെയ്തേക്കുന്ന ഫെയിൽ ആവാൻ വേണ്ടിയാണ്. ബിക്കോസ് സോഫ്റ്റ്വെയർസ് ആർ മെന്റ് ടു ഫെയിൽ, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അത് അത്രയും റെസിലിയൻ്റ് ആണ്, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്, ഓക്കെയാണ്. പിന്നെ കൺകറൻസി എന്ന് പറയുന്ന സാധനം അതിനകത്ത് വളരെ ബിൽട്ടിനാണ്, ലൈക്ക് വളരെ നേറ്റീവായിട്ടുള്ള ലാംഗ്വേജ് ഫീച്ചറാണ് കൺകറൻസി. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എഫിഷ്യൻ്റാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതിനോട് തന്നെ ചേർത്ത് ഞാൻ വായിച്ചൊരു ബ്ലോഗ് പോസ്റ്റ് ആയിരുന്നു, ഹൗ പിൻട്രസ്റ്റ് സേവ്ഡ് ലൈക്ക് $2 million ഇൻ ബിൽസ് ബൈ യൂസിങ് എലിക്സർ. അപ്പം അതിനകത്ത് അവർ പറയുന്നത് അവർ $2 million സ്പെൻഡ് ചെയ്തൊരു AWS ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് അവർ സ്കെയിൽ ഡൗൺ ചെയ്ത് ഒരു റീഫാക്ടർ ചെയ്തൊരു എലിക്സർ സെറ്റപ്പിലോട്ട് ആക്കിയപ്പോൾ അവർക്കൊരു 97% എന്തോ സേവ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു പെർട്ടിക്കുലർ എക്കോ സിസ്റ്റം. ഇത് ഞാൻ ബേസിക്കലി വെരി ന്യൂ ടു ദ എക്കോ സിസ്റ്റം ആണ്. അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവരുടെ ഒരു എഞ്ചിനീയർ പോയിന്റേഴ്സ് പറഞ്ഞു എലിക്സർ ബെസ്റ്റ് ആണെന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി. അതിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ അങ്ങനെ അഗ്രി ചെയ്യുന്നില്ല, കുറച്ച് ബേസിസ് ഇല്ലാതെ എനിക്ക് തോന്നി. ഫോർ എക്സാമ്പിൾ എലിക്സർ ഡെവലപ്പേഴ്സ് അങ്ങനെ കമ്പനി ലീവ് ചെയ്ത് പോകില്ല, ദേ സ്റ്റേ ഫോർ എ ലോങ് ടേം. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എക്സാക്ട്ലി, അതാ ഞാൻ ലൈക്ക് ഞാനപ്പോൾ അരുണോട് പറയായിരുന്നു, ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് എലിക്സറിന് അത്രയും വലിയൊരു ജോബ് ഇല്ലാത്തതുകൊണ്ട് ഞാനും അത് തന്നെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഞാൻ വായിച്ചിട്ടില്ല, അപ്പോൾ എലിക്സർ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന തോട്ട് പ്രോസസ്സ് ഇവർ കേട്ട് നോക്കുകയാണെങ്കിലും എലിക്സർ ഒരു ഫസ്റ്റ് ഹാൻഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആരും എടുക്കുന്നത്. പ്രോഗ്രാമിംഗ് വേൾഡിൽ ഭയങ്കര റെയർ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എർലാങ് യൂസ് ചെയ്യുന്ന നമുക്ക് ഏറ്റവും അറിയാവുന്ന ആപ്പ് എന്ന് പറയുന്നത് വാട്സാപ്പ്. വാട്സാപ്പിന് സ്കെയിലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ലൈക്ക് അവർക്ക് 50 member ടീമേ ഉള്ളായിരുന്നു,
ഇത് പറയപ്പെടുന്നത് എനിക്ക് പണ്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് ലൈക്ക് എനിക്ക് എല്ലാം അറിയത്തില്ല എന്ന് അവർക്കും അറിയാം. അവർ പറഞ്ഞ് എല്ലാം പഠിച്ച് ടേക്ക് ഹോം പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് വേറൊരു ജോബ് ഓഫർ കിട്ടി. പിന്നെ ലൈക്ക് അത് ഇത് ചെയ്തു. പക്ഷെ എനിക്ക് അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡയറക്റ്റ്ലി ഉള്ള ഈ ഒരു ലാംഗ്വേജിലോട്ട് വരുന്ന എൻട്രി കോമൺലി കണ്ട ലാംഗ്വേജസ് ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, ഗോലാങ് ഇതൊക്കെയാണ് പോപ്പുലർ ലാംഗ്വേജസ് നമ്മൾ എടുക്കുന്നത്. എർലാങ് അങ്ങനെ ഒരു കേസിൽ ഭയങ്കര സ്മോൾ കമ്മ്യൂണിറ്റി ആയിരിക്കും. അതിന് സ്റ്റിൽ സ്മോൾ കമ്മ്യൂണിറ്റി ആണ്. പിന്നെ അത് ഫങ്ഷണൽ ലാംഗ്വേജോ, അപ്പം എനിക്കൊന്നൊരു പാരഡൈം ഷിഫ്റ്റും ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ വെരി റയർ ആണെന്ന് തോന്നുന്നല്ലേ കമ്പനീസ് ദാറ്റ് യൂസ്. ഇപ്പോൾ ഫങ്ഷണൽ ലാംഗ്വേജ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റെയർ ആണ്. ഒരു പ്രൈമറി എക്സാമ്പിൾ എനിക്ക് ജസ്പേ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, പേയ്മെന്റ്സ് കമ്പനി. അവർ ഹാസ്കൽ യൂസ് ചെയ്യുന്നത് ബാക്ക് എൻഡിൽ. പിന്നെ മറ്റേ നമ്മയാത്രി ജസ്പേ ബിൽഡ് ചെയ്ത്. അപ്പം നമ്മയാത്രി എന്ന് പറഞ്ഞ ആപ്പിൽ എനിക്കൊന്ന് ജസ്പേ ബിൽഡ് ചെയ്തെന്ന് വിത്ത് ഹാസ്കൽ. എനിക്കൊന്ന് ബാക്ക് എൻഡ് ഹാസ്കലിലാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരിഫൈ ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഹാസ്കലിലാണ്. സോ അതാണ് ഒരു പ്രൈമറി കമ്പനി ഹാസ്കൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഹസുര നേരത്തെ ഹാസ്കൽ ആയിരുന്നു, പിന്നെ അത് റീറൈറ്റ് ചെയ്ത് റസ്റ്റിലാക്കി. അത് പ്രൈമറിലി ബിക്കോസ് ഓഫ് ദി ഹാസ്കൽ എക്കോസിസ്റ്റത്തിന്റെ ഒരു സപ്പോർട്ട്. വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം ഒരു പോപ്പുലർ ലാംഗ്വേജും ഇച്ചിരി അൺപോപ്പുലർ ലാംഗ്വേജും അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ ഇപ്പം നമുക്കൊരു പുതിയ ഒരു സാധനം വന്നു, മേ ബി ടേക്ക് ഫോർ എക്സാമ്പിൾ ഓപ്പൺ ടെലിമെട്രി. അപ്പം ഓപ്പൺ ടെലിമെട്രിയുടെ ലൈബ്രറി സപ്പോർട്ട് ഹാസ്കൽ വരുന്നത് ചിലപ്പോൾ ഇച്ചിരി വൈകിയായിരിക്കും. പക്ഷെ നമുക്ക് ബിക്കോസ് ഇപ്പം ഹസുര എന്ന് പറയുന്ന കമ്പനി ഫാസ്റ്റ് മൂവിങ് ആണ്. പിന്നെ നമുക്ക് ഇൻഡസ്ട്രി ട്രെൻഡ്സിലോട്ട് പെട്ടെന്ന് മൂവ് ചെയ്യേണ്ടതും വരുന്നുണ്ട്. അപ്പം ഹോട്ടൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കും. അപ്പം അത് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ യുനോ കമ്മ്യൂണിറ്റി അങ്ങനെ മൂവ് ചെയ്യണം. അല്ല, അപ്പോൾ ഈ ഒരു ഇഷ്യൂ എലിക്സറിലും വരാൻ ചാൻസ് ഇല്ലേ? വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എലിക്സർ എനിക്ക് തോന്നുന്നു റിലേറ്റീവ് ടു ഹാസ്കൽ കുറച്ചുകൂടെ പോപ്പുലർ ആണ്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം ആഷിനകത്ത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ആഷ് AI എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പം അവർ ആക്ച്വലി ഇച്ചിരി അല്ലെങ്കിൽ ആ എക്സ്റ്റൻഷൻ പെട്ടെന്ന് വരത്തില്ലല്ലോ. പക്ഷെ അത് GPT-5ന്റെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. നമ്മള് മേ ബി നമ്മുടെ പ്രോംപ്റ്റിന്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ നമ്മള് അവരുടെ ഡെമോ വെച്ചിട്ടാണ് നമ്മള് ആ ഒരു സിമിലാരിറ്റി നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ പിന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്താണെന്ന്. പക്ഷെ ജനറലി ഒരു മിക്സ്ഡ് ഒപ്പീനിയൻസ് കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ ആക്ച്വലി GPT മോഡൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. GPT-4 വെച്ച് കമ്പാരബിൾ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? GPT-4 ഞാൻ GPT യൂസ് ചെയ്യുന്നത് തന്നെ ഒരു സെർച്ച് ആകാം, പിന്നെ ജസ്റ്റ് മേക്കിംഗ് ലൈക്ക് നോട്ട്സ് കൈൻഡ് ഓഫ് തിങ്. ഒരു റിസർച്ച് എക്സ്റ്റെൻസീവ് റിസർച്ച് അല്ല, എന്നാലും ഒരു റിസർച്ച് കൈൻഡ് ഓഫ്. അല്ലാതെ കോഡിങ്ങിന് എനിക്ക് ഒരു വിശ്വാസമില്ല. ലൈക്ക് ഇനീഷ്യലി GPT ഇറങ്ങിയപ്പം ഇറ്റ് വാസ് ഇംപ്രസീവ്, അറ്റ്ലീസ്റ്റ് ഫോർ യുനോ ഓക്കെ LLM ക്യാൻ ഡു ദിസ് മച്ച് എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തത് GPT ആയിരിക്കും. GPT ഒരു ജനറൽ മോഡൽ അല്ലേ? ഇനി അതാണല്ലോ അവരുടെ ലൈക്ക് പ്രൈമറി ടാസ്ക്. അപ്പം അത് ടു ആൻ എക്സ്റ്റെന്റ് അതിനുവേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്തത്. ബട്ട് സാം ഓൾട്ട്മാൻ ഇങ്ങനെ GPT-5 ഒരു ഇന്റർവ്യൂക്കകത്ത് പറയുന്നുണ്ടല്ലോ, എന്ന് വെച്ചാൽ a person is asking like what is so special, എന്താണ് ഇതിനകത്ത് കാണുന്ന സ്പെഷ്യാലിറ്റി. ഇപ്പം I'm stunned by the coding skills. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തോണ്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് കോഡ് ചെയ്യാൻ നോക്കിയത്. അല്ല, അവിടെ ഡെമോ എല്ലാം കോഡായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ട്രൈ എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു. യെസ്. പിന്നെ അവരുടെ ഓപ്പൺ സോഴ്സ് മോഡൽ ഇറങ്ങിയായിരുന്നു, അത് കണ്ടായിരുന്നു? ഞാൻ ട്രൈ നോക്കിയില്ല. അത് ഞാൻ എനിക്കൊരു ബ്ലോഗ് പോസ്റ്റ് കണ്ടായിരുന്നു. ഇതൊരു കമ്പനി അത് എടുത്തിട്ട് അവരുടെ ഇൻഫ്രയിൽ റൺ ചെയ്യുന്ന എന്തോ. ഓക്കെ. പക്ഷെ ഞാൻ കറക്റ്റ് അത് ഓർക്കുന്നില്ല. പക്ഷെ അവർ ബേസിക്കലി നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നു. എനിക്ക് പറഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നു GPT-5 എനിക്ക് തോന്നുന്നു ഒരു ജനറൽ കൺസെൻസസ് എന്ന് പറയുന്നത് അത് ബെഞ്ച് മാർക്സിൽ അത്യാവശ്യം നല്ലൊരു പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ റിയൽ വേൾഡ് ടാസ്കിൽ അത്ര പെർഫോം ചെയ്യുന്നില്ല എന്നൊരു ഞാനൊരു ബ്ലോഗ് പോസ്റ്റ് കണ്ടു. നമ്മൾ ഇവാലുവേറ്റ് ഒന്നും ചെയ്തില്ല, പക്ഷെ നമ്മളൊരു ഞാൻ മറ്റേ ഓപ്പൺ സോഴ്സ് മോഡൽസിൽ ആൾക്കാർ
അവരുടെ മോഡൽസിൽ യൂസ് ചെയ്ത് ആൾക്കാർ പോസ്റ്റ് ചെയ്ത് കുറച്ച് വായിച്ചായിരുന്നു. ഞാൻ സെൽഫ് ഇത് ചെയ്തിട്ടില്ല. പക്ഷെ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്, ബട്ട് ചിലപ്പോൾ അത് ഭയങ്കര ജനറൽ, അത്രയും ഫൈൻ ട്യൂൺഡ് അല്ല. എന്ന് വെച്ചാൽ ചില കേസസിൽ അതിൻ്റെ ആൻസേഴ്സ് ഭയങ്കര വേഗാണ്. എന്ന് വെച്ചാൽ ഈവൻ ലൈക്ക് നോർമൽ നമ്മൾ അതിനേക്കാളും നല്ലത് നമ്മുടെ ChatGPT 5 ട്യൂൺ മോഡലിലോട്ട് പോകുന്നതായിരിക്കും. ഈ ഓപ്പൺ സോഴ്സ് മോഡൽ ലിമിറ്റേഷൻ കാണില്ലേ, സ്മോൾ മോഡൽസ് ആയിരിക്കില്ലേ? സ്മോൾ മോഡൽസ് ആണ്, സ്മോൾ അല്ല, അതിന്റെ 120 ബില്യൺ പാരാമീറ്റേഴ്സും ഉണ്ട്, 20 ബില്യൺ പാരാമീറ്റേഴ്സിന്റെ ഉണ്ട്. ബോത്തില് അവർ പറയുന്ന അത്രയും ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് ഫോർ എ സ്റ്റാർട്ട്. ആസ് എൻ ലൈക്ക് ഇപ്പോൾ ഹെൽത്ത് കെയർ ആണെങ്കിലും നീ എന്തെങ്കിലും അങ്ങനെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്, ബട്ട് നോട്ട് ദാറ്റ് റിയലി ഗുഡ് എന്ന് വെച്ചാൽ അത്രയും. ഡീപ്സീക്ക് യൂസ് ചെയ്തിട്ടുണ്ട്? ഡീപ്സീക്ക് യൂസ് ചെയ്തു. യു ആർ ഹാപ്പി വിത്ത് ഇറ്റ്? ഓൾമോസ്റ്റ്. എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു, ബിക്കോസ് റിസർച്ച് വൈസ് നോക്കുവാണെങ്കിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. റിസോഴ്സസ് നൽകുന്നതിന് ഒരു അറ്റ്ലീസ്റ്റ് 1 പ്രോംപ്റ്റിൽ തന്നെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഫാക്ട്സ് ലേ ഔട്ട് ചെയ്യുന്നത് കറക്റ്റ് ആണ് റിസർച്ച് പെർസ്പെക്റ്റീവ്. അപ്പം അതർ വെച്ച് ആ ഒരു ഓപ്പൺ സോഴ്സ് മോഡൽ വെച്ച് നോക്കുവാണെങ്കിൽ അത്രയും ലൈക്ക് ദർ ആർ മിക്സ്ഡ്. അതിനും കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കുറെ പേര് ഓക്കെ ദിസ് ഇസ് ഗുഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് ഗുഡ് സ്റ്റാർട്ട്. എന്റെ രീതിയിൽ അതൊരു ഗുഡ് സ്റ്റാർട്ട് ആണ്. ഇനി എവിടെ വരെ അവര് അതിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നു നമുക്കറിയത്തില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഗിവ്സ് us a freedom to test it in our own computers and all of this. മറ്റേ ക്ലോഡിന്റെ അത് നോക്കിയാൽ ക്ലോഡ് റിലീസ് ചെയ്തായിരുന്നല്ലോ. ശരി, ഇൻക്രിമെന്റൽ ആണെന്നേ തോന്നുള്ളൂ. അവിടെ ബെഞ്ച് മാർക്ക് തന്നെ ലൈക്ക് ഓപ്പസ് 4 72 ഓപ്പസ് 4.74 ലൈക്ക് വെരി മിനിമം. അത് എനിക്ക് തോന്നുന്നു അവരൊരു ഇതിനു വേണ്ടി എനിക്ക് തോന്നുന്നു ഇപ്പം ChatGPT ഇതുണ്ട് റിലീസ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തെങ്കിലുണ്ടായിരുന്നോ? ChatGPT ആയിരുന്നു മെയിൻ. അപ്പൊ അത് റൈവൽ ചെയ്യാൻ വേണ്ടി ഒരു ന്യൂസ് ഇറക്കുന്നുള്ളായിരിക്കും. But I heard that Claude as a company is kind of focusing. Anthropic as a company is focusing more onto the coding, enterprise, financials, ഇങ്ങനെ അവർ സെഗ്മെന്റ്സ് ഫോക്കസ് ചെയ്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ആന്ത്രോപ്പിക് ആണ് എന്റർപ്രൈസസ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെ ബേസിക്കലി അതെന്താ അവരുടെ മോഡലിന് ഇച്ചിരി കൂടെ ആക്യുറസി ആണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഞാനാണെങ്കിലും കോഡ് ചെയ്യുന്നതും കഴ്സറിനകത്ത് ആന്ത്രോപ്പിക് ക്ലോഡ് ആണ് മോഡൽ. അത് എക്സ്പെൻസീവ് ആണ്. അതിനാണ് അവരിപ്പം ആ പ്രൈസിങ് ഡിഫറൻസും വന്നത്. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറെയൊക്കെ അവർ അവരുടേതായിട്ടുള്ള ഓപ്റ്റിമൈസിങ് ചേഞ്ച് നമുക്ക് അറിയത്തില്ല ഏത് മോഡൽ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഫൈൻ ട്യൂൺ എനിക്ക് ക്ലോഡ് മാത്രം മതി എന്നുള്ള ഒരു രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തത്. സോ ബേസിക്കലി അതിനുശേഷം എക്സ്ട്രാ പ്രൈസിങ് വരും, ബിക്കോസ് യു ആർ സ്പെസിഫൈങ് ദാറ്റ് യു വിൽ ഹാവ് ടു യൂസ് ദിസ് മോഡൽ. അപ്പം ആ കേസിൽ എനിക്ക് ഇച്ചിരൂടെ ട്രസ്റ്റബിൾ ആയിട്ട് തോന്നിയത് ഇപ്പോഴും ക്ലോഡ്. ആൻഡ് ഡെഫിനറ്റ്ലി മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. മറ്റേ വേറൊരു കാര്യം ഞാൻ കണ്ടായിരുന്നു, മറ്റേ ഇൻസ്റ്റാഗ്രാമിനകത്ത് പുതിയ ഫീച്ചേഴ്സ് ആണോ? ഇൻസ്റ്റാഗ്രാമിനകത്ത് മാപ്പ് ഫീച്ചർ വന്നു. അത് ഞാൻ കണ്ടില്ല. ഞാൻ റീപോസ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞ സാധനം സ്നാപ്ചാറ്റ്. സ്നാപ്പിനകത്ത് മറ്റേ മാപ്പിനകത്ത് ഇങ്ങനെ ആൾക്കാർ എവിടൊക്കെയാണെന്ന് പറയാം. അതേപോലെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു മാപ്പ് ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ബേസിക്കലി എനിക്ക് തോന്നുന്ന ഇറ്റ്സ് സിമിലർ ടു സ്നാപ്പ് ഫീച്ചർ, ബട്ട് ഹിയർ ഇൻസ്റ്റഗ്രാം ഇസ് കൈൻഡ് ഓഫ് ഫോക്കസിങ് ഓൺ ദ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ്. എന്ന് വെച്ചാൽ നീ ഒരു ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഈ പ്രോഡക്ട്സ് സെല് ചെയ്യുന്നതാണെങ്കിൽ ആ മാപ്പ് യൂസ് ചെയ്ത് എനിക്ക് ഇനി ഐഡന്റിഫൈ ചെയ്യാം എവിടൊക്കെ ഏതൊക്കെ ഏരിയാസിൽ ഏതൊക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് മാർക്കറ്റിംഗ് ഒരു ഏരിയയിൽ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്ത് ചെയ്യാം. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു പ്രോഡക്റ്റ് ഈ ഇന്ന ഏരിയയിൽ മാത്രം ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് കൂടുതൽ യൂസ്ഫുൾ. ആൻഡ് ഫോർ അസ് ആസ് പേഴ്സൺ നമുക്ക് കണ്ടുപിടിക്കാം എൻ്റെ ഈ ലൊക്കാലിറ്റിയിൽ ഇന്ന പ്രോഡക്ട്സ് അവൈലബിൾ ആണോ, ആണെങ്കിൽ എനിക്ക് ഈസിലി ആക്സസിബിൾ ആണ്, എനിക്ക് പോയി എടുക്കാം, അങ്ങനത്തെ കുറച്ച് ഫീച്ചർ. അപ്പം കുറെ പേര് കോൺട്രവേഴ്സി ആയിട്ട് പ്രൈവസിനെ കുറിച്ച് പറയുന്നത് കേട്ടു. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കാണുമല്ലോ. അത് ബേസിക്കലി എല്ലാവരും പറഞ്ഞ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഇപ്പം ഇൻസ്റ്റഗ്രാം അത് ട്രാക്ക് ചെയ്യുന്നതാണ്, എന്നിട്ടാണ് അവർ പ്ലേസ് ചെയ്യുന്നതെന്നാണ് ഇപ്പം ഉള്ള ഫീച്ചർ. എല്ലാവർക്കും റോൾ ഔട്ട് ചെയ്തിട്ടില്ല. ഞാൻ കണ്ടില്ല. ഞാനാണെങ്കിൽ ബ്ലോഗ് പോസ്റ്റിലാണ് വായിച്ചത്. അപ്പം
കുറെ പേര് ഈ പ്രൈവസി ഇഷ്യൂ റേസ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ജിയോ ലൊക്കേഷൻ അപ്പൊ ട്രാക്ക് ചെയ്യുവാണ്. ഇതെന്തായാലും ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പബ്ലിക് ലൈക്ക് പോസ്റ്റ് പബ്ലിക് ആണ്. ഇപ്പൊ പിന്നെ അത് ഇച്ചിരൂടെ പിന്നെ ആൾക്കാരെ അറിയാലോ കംപ്ലൈന്റ് പറയാനായിട്ട്. അപ്പം എന്ത് അല്ല നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ലൊക്കേഷൻ ടാഗ് അപ്പം അത് വെച്ചുകൊണ്ടാണ് ഇവര് ഇത് ഇറക്കിയേക്കുന്നത്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഫോർ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തന്നെ കുറെ ഫീച്ചേഴ്സ് തന്നെ സ്നാപ്പിൽ നിന്ന് എടുക്കുന്നുണ്ട്. സ്റ്റോറീസ് ഇഷ്ടംപോലെ കോപ്പി അടിച്ചിട്ടുണ്ട്. ലൈക്ക് സ്നാപ്പ് ആയിരുന്നു അത് ഇന്നോവേറ്റ് ചെയ്ത് അതെ കുറെയൊക്കെ. അതെല്ലാം ഇപ്പൊ റീപോസ്റ്റ് ഉണ്ട്. പിന്നെ വേറൊരു സാധനം കണ്ടായിരുന്നു, മറ്റേ റീൽസ് എടുക്കുമ്പം ലോക്കൽ ഡിസ്കവറി ഓഫ് ഫ്രണ്ട്സ് എന്ന് അതെന്തോ ലൈക്ക് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്ത് എന്തോ എനിക്ക് റീൽസ് അവിടെ വരും തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നു. ഞാനും അത്, പക്ഷെ അതൊരു പുതിയൊരു സാധനമാണ് റീപോസ്റ്റും. ഇതും റീപോസ്റ്റിന്റെ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. റീപോസ്റ്റിംഗ് ട്വിറ്ററിൽ നിന്ന് അടിച്ച് മാറ്റിയാണ് അതാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇങ്ങനെ പല ഫീച്ചേഴ്സ്, അവർക്ക് പുതിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് അവര് പിന്നെ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ അവര് മറ്റേ അത് തന്നെ മറ്റേ എന്ത് വാട്ട് വർക്ക്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ഡിഫറെന്റ് കോപ്പി ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ അല്ല, ആൾക്കാർ പറയുന്നുണ്ട് ബേസിക്കലി ഫേസ്ബുക്ക് ആസ് എ കമ്പനി, മറ്റേ ആസ് എ കമ്പനി നോക്കുവാണെങ്കിലും ആ ഫേസ്ബുക്ക് എന്നുള്ള പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇന്നോവേഷൻ അവിടെ നടക്കുന്നത്? അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒരു ബെസ്റ്റ് ഇൻ അക്വിസിഷൻസ് ആണ്. ഓർ വേൾഡിനെ പ്രൂവ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ആസ് എ കമ്പനി ഹൗ യു ക്യാൻ ബിക്കം വെരി ബിഗ് വൈൽ പ്ലാനിങ് യുവർ സ്ട്രാറ്റജി ഇൻ അക്വിസിഷൻ, ഓർ വാട്ട് ക്യാൻ യു അക്വയർ ആൻഡ് ബിക്കം ബിഗർ. അപ്പം ഇപ്പൊ നോക്കുവാണെങ്കിൽ വാട്സാപ്പ് അക്വയർ ചെയ്തു, സക്സസ്ഫുൾ. ഇൻസ്റ്റഗ്രാം അക്വയർ ചെയ്തു, സക്സസ്ഫുൾ. പിന്നെ കുറെ സാധനങ്ങൾ അക്വയർ ചെയ്തല്ലേ അത്. പക്ഷേ സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ആയിരുന്നു. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു, ലൈക്ക് ഡു യു അപ്രൂവ് Zuckerberg as a CEO? What do you think? Like, is he a good CEO as a leader, or is he bad? ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു ബ്ലോഗ് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവൻ പറയുന്നത് ആസ് എ ലൈക്ക് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റിൽ നോക്കുവാണെങ്കിൽ ഫേസ്ബുക്ക് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേക്ക് ഇന്നോവേഷൻ വന്നിട്ടില്ല. ആസ് എ ലൈക്ക് ഫ്രം പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവിൽ ആസ് എ പ്രോഡക്റ്റ് ശരിയാണ്. പക്ഷെ നമ്മുടെ എക്സ്പെക്റ്റേഷനും അത്രയും ഹൈ ആക്കി വെക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുത്തുന്ന ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അത് വൺസ് ഇൻ എ വൈലല്ലേ ഹാപ്പൻ ചെയ്യത്തുള്ളൂ. അത് എല്ലാ വർഷവും ഉണ്ടാണെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ലല്ലോ. എല്ലാ വർഷവും അല്ല. സോ അത് ഞാനും അഗ്രി ചെയ്യുന്നു, എല്ലാ വർഷവും അല്ല. പക്ഷേ 2000 എന്നാണ് ഫേസ്ബുക്ക് വന്നേക്കുന്നത്? 2005, 2006 ആ ടൈമിൽ. അത് നമ്മൾ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെയല്ലേ. ഐഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇംപ്രൂവ്മെന്റ്സ് ഓഫ് സാധനങ്ങളല്ലേ വന്നേക്കുന്നത്. ആണ് ശരിയാണ്. പക്ഷെ ആപ്പിളിന്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നേക്കുന്ന കുറെ ഏരിയ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആപ്പിള് എനിക്ക് ഇപ്പൊ ഭയങ്കര ഡിബേറ്റബിൾ ആണ്. ബട്ട് അതല്ലാതെ കുറെ കാര്യങ്ങളുണ്ട് ആപ്പിൾ ഗുഡ് ആയിരിക്കുന്നത്. വിച്ച് ദേ ഹാവ് എന്ന് വെച്ചാൽ ഐപാഡ് വന്നു, അങ്ങനെ ആപ്പിൾ സിലിക്കോൺ അങ്ങനെ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊരു ഗെയിം ചേഞ്ചിങ് സാധനം അല്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു ഡിസ്കവറി അല്ലല്ലോ ആപ്പിൾ സിലിക്കൺ. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഉള്ള സാധനം അവര് ഇംപ്രൂവ് ചെയ്തതാണ്. അതുപോലും ഫേസ്ബുക്കിനകത്ത് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ആസ് എ കമ്പനി നീ നോക്ക്. എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നേരത്തെ അതിന് മുമ്പേ ഓർക്കുട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മൈസ്പേസ് ഉണ്ടായിരുന്നു. ബട്ട് ഫേസ്ബുക്ക് in a way did it well, so it gained popularity and people accepted it. അപ്പോൾ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് സാധനത്തിനെ തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്തേക്കുന്നത് അന്നും. അത് കഴിഞ്ഞിട്ട് അതുപോലും വന്നിട്ടില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ആ ബ്ലോഗിനകത്ത് പറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം വന്നേക്കുന്ന അക്വിസിഷൻ്റെ മണ്ടയ്ക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്. എന്ന് വെച്ചാൽ വേറൊരു ആസ് ഓൺ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് അക്വിസിഷൻ ഹി ഹാസ് ഡൺ ദ ബെസ്റ്റ്. സത്യനാരായണയും വെരി ഗുഡ് ഓൺ ദി അക്വിസിഷൻ പാർട്ട്, ബട്ട് he also has run a company, ഒരു സക്സസ്ഫുൾ കമ്പനി ആക്കാൻ വേണ്ടി അക്വിസിഷൻ കുറേ പ്ലേ ചെയ്ത്. 1 billion ആണ് ഇൻസ്റ്റാഗ്രാം മേടിച്ചേക്കുന്നത്, ഇന്നത് $100 billion കമ്പനി. വാട്സാപ്പ് ഇസ് ഓൾസോ എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒക്കുലസ് മേടിച്ചു. ഒക്കുലസിന്റെ വിവരം പോലെ എന്ന് വെച്ചാൽ ഡൗൺ ദ ഗ്രേവ് ആയി. അതിപ്പോ രണ്ടും AR ഫോക്കസ് ചെയ്ത ആപ്പിൾ ARഉം മെറ്റാവേഴ്സും ഗൂഗിളിന്റെ അത് അവർ ഡൗൺ. ഇപ്പം അതിനെ കവറപ്പ് ചെയ്യാൻ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അതും
ഒരു സ്ട്രാറ്റജി പോലെയാണ്, ബിക്കോസ് ഹി വാണ്ട്സ് ടു ബി അഹെഡ് എന്നുള്ള രീതിയിൽ. മറ്റേ എന്തോ എഞ്ചിനീയേഴ്സിനെ പോച്ച് ചെയ്യാൻ നോക്കുന്നില്ല. അത് വലിയൊരു ഒരു ഇതായിരുന്നു എന്ന് വെച്ചാൽ ലൈക്ക്. പക്ഷെ അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ലൈക്ക് നമ്മൾ പണ്ട് ദർ ആർ whoever is good at certain fields are also getting elevated to a next level. എന്ന് വെച്ചാൽ ഇപ്പോൾ എംപ്ലോയീസിന് ആ ഒരു ഫീൽഡിലുള്ള പണ്ട് AI അത്രയും എന്ന് വെച്ചാൽ AI പഠിക്കാന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ. പക്ഷെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI എഞ്ചിനീയേഴ്സ് ആർ ഓഫേർഡ് ലൈക്ക്, അത് കണ്ടായിരുന്നു മറ്റേ 1.25 ബില്യൺ ഓഫർ ചെയ്തിട്ടാണ് റിജക്ട് ചെയ്തത്. ആ ഒരു ലെവലിലോട്ട് എംപ്ലോയീസ് മാറുന്നുണ്ട്. പീപ്പിൾ ആർ ഗെറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് സാലറി. അപ്പം നമ്മൾ ചില ഡൊമൈനൊക്കെ നമ്മൾ പുച്ഛിക്കുവാണെങ്കിലും ഇപ്പോൾ ആണെങ്കിൽ നല്ല ഡിമാൻഡുള്ള കുറേ ഏരിയാസ് ഉണ്ട് വെർ ഇൻ വിച്ച് പീപ്പിൾ ആർ ഗെറ്റിംഗ് ഹൈലി പെയ്ഡ്. മറ്റേ ഇന്റലിന്റെ സിഇഒന്റെ ഇത് കണ്ടായിരുന്നു ന്യൂസ്, എന്തോ ട്രംപ് എന്തുവാ. സോ മറ്റേ ഒരു സിഇഒ ഇപ്പം കയറിയായിരുന്നു മാർച്ചിലോ. സോ ഇറ്റ് സീംസ് ലൈക്ക് അവന് ചൈനയായിട്ട് കുറെ ടൈസ് ഉണ്ട്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ട്രംപ് പറഞ്ഞു അവൻ റിസൈൻ ചെയ്താലേ പറ്റത്തുള്ളൂ, എന്നാലേ ഈ പ്രോബ്ലത്തിന് ഒരു എൻഡ് ഉള്ളൂ, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പ്രൂവ് ചെയ്യത്തുള്ളൂ. ട്വീറ്റ് ചെയ്തോ? News article. Okay. I feel like he has to step down immediately. That's the only solution for Intel to grow. I think like that's the only solution for that problem. കാരണം Intel കുറെ നാളായിട്ട് സ്റ്റാഗ്നന്റ് ഇല്ലല്ലോ, ഇന്നോവേഷൻ ഇല്ല. എന്നിട്ട് ഒരു CEO പറഞ്ഞു ലൈക്ക് we already are back in a huge way. ഇനി നമുക്ക് പിടിച്ചു കയറാനും ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ റെസ്പോൺസ് ആയിട്ട് കൂടെ വന്ന ഒരു ഇതാണ് ലൈക്ക് ട്രംപ് പറഞ്ഞു ലൈക്ക് ഇത് പറ്റത്തില്ല. അതൊരു ഭയങ്കര വലിയൊരു ന്യൂസ് ആയിരുന്നു. മറ്റേ വേറൊരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ പാലോ ആൾട്ടോ നെറ്റ്വർക്ക്സ് അക്വിസിഷൻ, അത് വായിച്ചായിരുന്നു? ഇല്ല, വായിച്ചില്ല. മറ്റേ സോ അത് മറ്റേ നരേഷ് അറോറ എന്ന് പറഞ്ഞൊരു ആളാണ്, ഹീസ് വൺ ഓഫ് ദ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. അപ്പം സെക്യൂരിറ്റി, Palo Alto Networks is basically into security. And they are like competing with Cisco. അങ്ങനത്തെ പ്രൊഡക്ട്സിലോട്ടാണ് അവർ ഡൈവ് ഇൻ ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു $25 billion അക്വിസിഷൻ അവർ സൈബർ ആർക്ക്, ഈ ഗൂഗിളിന്റെ വിസ് അക്വിസിഷൻ കണ്ടായിരുന്നു? മറ്റേ viz.com. അത് മറ്റേ ഇസ്രായേൽ കമ്പനി. അതേപോലെ ഈ ഒരു കമ്പനിയും ഇവരെ അക്വയർ ചെയ്ത് ഡീൽസ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഐ ഫീൽ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ഇനിയും വരുന്ന ഡൗൺ ദ ലൈൻ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്സിന് കുറെ ബൂം ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. ലൈക്ക് ഇഫ് യു ആർ ഇൻ ടു സെക്യൂരിറ്റി, പണ്ടും സൈബർ സെക്യൂരിറ്റി നല്ല ഡൊമൈൻ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബട്ട് ഐ ഫീൽ ലൈക്ക് ദിസ് എ റൈറ്റ് ടൈം ഫോർ ഓൾ ദി സെക്യൂരിറ്റി റിസർച്ചേഴ്സ് സൈബർ സെക്യൂരിറ്റി. കാരണം ഒത്തിരി LLMs AI ആപ്സ് ഉണ്ട്, കുറേ ലൂപ്പ് ഹോൾസ് കാണും അതിനകത്ത്, കുറേ സ്കോപ്പ്. എനിക്ക് തോന്നുന്നു എക്സ്ട്രീം സ്കോപ്പ് ഓഫ്, കാരണം കുറേ ചാൻസസ് ഉണ്ട് ഡേറ്റ ലീക്ക് ചെയ്യാൻ. അപ്പം ലൂപ്പ് ഹോൾസ് ഉണ്ട് ഒത്തിരി. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സെഗ്മെന്റിൽ കുറേ ഇപ്പം അങ്ങനത്തെ കുറേ സ്റ്റാർട്ടപ്സ് ഒക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്സ് ഇപ്പോൾ ക്ലൗഡ് സെക്ക് നോക്കുവാണെങ്കിലും ക്ലൗഡ് സെക്ക് ഭയങ്കരമായിട്ടും പോപ്പുലറായി. ഇറ്റ് സ്റ്റാർട്ടഡ് സ്മോൾ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും GP മറ്റേ ടോക്കിന് പോയത് ഡെഫ്കോണോ അതല്ലായിരുന്നു? അല്ല, നമ്മളൊരു കോൺഫറൻസ് അത് തന്നെ. അത് ഡെഫ്കോൺ അല്ല, അത് പക്ഷേ രാഹുൽ ശശി ഫൗണ്ടർ ഓഫ് ക്ലൗഡ് സെക്ക്, പുള്ളി വന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം അന്നും പുള്ളി ഇങ്ങനെ ഒരു എവല്യൂഷൻ, ഒരു ഇതിലായിരുന്നു, അതിന്റെ സ്റ്റാർട്ടിങ് ഇതിലായിരുന്നു നമ്മളൊരു കമ്പനി ഉണ്ടാക്കും. സ്ലോലി now if you look at that company, it's grown like really huge and now it's in demand because പുള്ളി ഈ ലൈവ് ആർട്ടിക്കിൾസും ഇങ്ങനെ കുറെ ത്രെഡ്സ് ഈ പോസ്റ്റ് ചെയ്യും ലിങ്ക്ഡിൻ. സോ അത് വെച്ച് നോക്കുമ്പം ആസ് ഇൻ ലൈക്ക് സെക്യൂരിറ്റി ഈസ് എ ഗ്രേറ്റ് ഡൊമൈൻ ടു ഡൈവ് ഇൻ ടു ബേസിക്കലി. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സെക്യൂരിറ്റി ഓഫ് കോഴ്സ് ഓൾവേസ് ഇൻ ഡിമാൻഡ് ആയിരുന്നു, ഡെഫിനറ്റ്ലി. അപ്പം അങ്ങനെ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മൾ ബേസിക്കലി എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് ഞാൻ വായിച്ച നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക, താഴെ കമൻറ്റിലിടുക. ഞങ്ങൾ പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡിസ്കവറീസ് ഉണ്ടെങ്കിൽ നമ്മൾ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതായിരിക്കും ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ. ബേസിക്കലി കൂടുതൽ പേർക്ക് നമ്മൾ ഈ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക ആൻഡ് എത്തിക്കുക എന്നുള്ളൊരു ഗോളിലാണ് നമ്മളിത് തുടങ്ങിയേക്കുന്നത്. സോ കീപ് ഫോളോയിങ് അസ് ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് വെയർ വിച്ച് വി ക്യാൻ ഇംപ്രൂവ് ചെയ്യണം, ഈ ടോപ്പിക്സ് കൊണ്ടുവരണം, ഈ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കണം,
വി ആർ ഓൾവേസ് വെൽക്കം ടു ഡിസ്കവർ ഓൺ ദാറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പം അതുവരെ അപ്പം നമുക്ക് നിർത്തുമല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, ബൈ. ബൈ.